ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതോടെ ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വം ഒരു നടപടി പോലും ഉണ്ടാകാതിരുന്നതോടെ സമരം ശക്തമാക്കിയിരിക്കുകയാണ് ആശാ വർക്കേഴ്സ്. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ 39ാം ദിനം അവർ നിരാഹാര സമരം ആരംഭിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിയിലേക്ക് പോയ മന്ത്രി വീണ ജോർജിന് പക്ഷേ JP നഡ്ഡയെ കാണാൻ കഴിഞ്ഞില്ല. മന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിൽ ആശമാർക്ക് പ്രതീക്ഷയില്ല. ജനങ്ങളെ മന്ത്രി കബളിപ്പിച്ചു എന്നാണ് ആരോപണം. ഇന്നും ആശമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് നേതാക്കൾ സമരപന്തലിൽ എത്തി. മഴയും മഞ്ഞും വെയിലുമേറ്റ് 39 ദിവസം മന്ത്രിയും ഉദ്യോഗസ്ഥരും മാറി മാറി ചർച്ചയും നടത്തി. എന്നിട്ടും ആശാവഹമായ ഒന്നും ആശമാരുടെ കാര്യത്തിൽ ഇനിയും നടന്നിട്ടില്ല. സെക്രട്ടേറിയറ്റ് പടിക്കൽ 39 ദിവസം സമരമിരുന്നിട്ടും അനുകൂല നിലപാടുണ്ടാകാത്തതോടെയാണ് സമരക്കാർ നിരാഹാരത്തിനിറങ്ങിയത്. രാവിലെ 11 മണിയോടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു, തിരുവനന്തപുരത്തു നിന്നുള്ള ആശാ വർക്കേഴ്സായ ഷീജ, തങ്കമണി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ സമരമിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തക KG താര സമരം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഈ സമരം ബാക്കിയുള്ളവർക്ക് ഒരു സൂചകമായിട്ട് തന്നെ നിൽക്കണം. അംഗൻവാടി പ്രവർത്തകർക്ക്, മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, നെയ്ത്ത് തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ ശമ്പളം ഒന്ന് മാറ്റിവെച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് PSC മെമ്പർമാർക്ക് നല്ല നമസ്കാരം, മന്ത്രിമാർക്ക് നല്ല നമസ്കാരം. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്താൻ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തി. ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെന്റേഷൻസ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇൻസെന്റീവ് അല്ല, ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന ആശമാരുടെ പ്രസ്താവനയിൽ രാഷ്ട്രീയം വ്യക്തമാണെന്നും മന്ത്രി. ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് ആശാ കേന്ദ്ര സ്കീമാണ്. 2005-2006 ഈ ആശാ സ്കീം, കേന്ദ്ര സ്കീം തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇൻസെന്റീവ്സ് വർദ്ധിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് പറയുന്നത്. മന്ത്രിയുടെ ഡൽഹി സന്ദർശനം ആശാ വർക്കേഴ്സിന് വേണ്ടിയുള്ളതല്ലെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ മന്ത്രി കബളിപ്പിച്ചുവെന്നും ആരോപണം. രാവിലെ മുതൽ നമ്മളോടെല്ലാവരോടും ചോദിച്ചെന്താണ്, നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോയത് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും വാങ്ങിയാൽ അത് നിങ്ങളുടെ ഓണറേറിയം വർധനവിന് ഉപകാരപ്പെടുമെന്നൊക്കെയായിരുന്നു എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സത്യാവസ്ഥ പുറത്തു വരുന്നു. ആരോഗ്യമന്ത്രി പോയത് അതിനല്ല, മറിച്ച് കേരളത്തിലെ ജനതയെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യത്തിൽ അനുകൂല നിലപാടുണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന തീരുമാനത്തിലാണ് ആശാ വർക്കേഴ്സ്. സംസ്ഥാനത്ത് ആകെ 27,000-ഓളം ആശാ വർക്കർമാരാണുള്ളത്. ഓണറേറിയമായ 7,000 രൂപ ലഭിക്കണമെങ്കിൽ 10 മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നായിരുന്നു മുൻ നിബന്ധന. സമരത്തെ തുടർന്ന് സർക്കാർ അത് പിൻവലിച്ചു. ഗർഭിണികളെ കാണുക, പ്രതിരോധ കുത്തിവയ്പ് ആവശ്യമുള്ളവരെ സജ്ജരാക്കുക തുടങ്ങിയവയായിരുന്നു ആശാ വർക്കേഴ്സിന്റെ ആദ്യ സമയത്തെ ജോലിയിൽ ചിലത്. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി. ആശാ വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സമയ ജോലിയായി. സർക്കാരിന്റെ ആരോഗ്യ ദൗത്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന സുപ്രധാന ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഇന്ന് ആശാ വർക്കേഴ്സാണ്. പ്രാഥമിക വൈദ്യസഹായം എത്തിക്കൽ, പകർച്ചവ്യാധി മുൻകരുതൽ, മാതൃശിശു സംരക്ഷണം ഉറപ്പുവരുത്തൽ, രോഗനിരീക്ഷണം, ബോധവൽക്കരണം, സർവേകൾ, അവയുടെ കണക്കു തയ്യാറാക്കലും നൽകലും, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കിടപ്പ് രോഗികളെ കാണൽ, ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് മാനസിക പിന്തുണ നൽകൽ, ഗർഭനിരോധന കുത്തിവയ്പ്പിന് സജ്ജമാക്കൽ, പാലിയേറ്റീവ് പരിചരണം, രോഗപ്രതിരോധ ക്യാമ്പുകൾ തുടങ്ങി 35ഓളം ജോലികളാണ് ഇന്നവർ നിർവഹിക്കേണ്ടത്. വിവിധ യോഗങ്ങളിലെ നിർബന്ധിത ഹാജർ, ആശുപത്രികളിലെ സഹായ ഡ്യൂട്ടി തുടങ്ങിയവ ഇവരുടെ ജോലിയുടെ ഭാഗമാണ്. കൂടാതെ വിവിധ സർക്കാർ പരിപാടികൾ വിജയിപ്പിക്കാൻ ആളെ കൂട്ടേണ്ടതും ഇവരുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നു. അതായത് 8 മണിക്കൂറല്ല, 12 മണിക്കൂർ കൊണ്ടുപോലും തീരാത്ത ജോലിഭാരമാണ് ആശമാരുടെ ചുമലിലുള്ളത്. ഈ സമരത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി, കേരളത്തിലെ പ്രതിപക്ഷം പൂർണ്ണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തത്. സമരപ്പന്തലിലേക്ക് പിന്തുണയുമായി ഇന്നും നിരവധി നേതാക്കളെത്തി. ഇനിയും സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ കൂടുതൽ പേർ നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നാണ് സമരക്കാർ നൽകുന്ന സൂചന. സംസ്ഥാനം കേന്ദ്രത്തെയും കേന്ദ്രം സംസ്ഥാനത്തെയും പഴിചാരൽ തുടരുകയാണ്. പ്രസ്താവനാ യുദ്ധങ്ങളും തകൃതി. അർഹിച്ചത് നേടിയെടുക്കാൻ ആശമാർ ഇനിയും എത്ര മഴയും വെയിലും ഏൽക്കണം? ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ശ്രീകാന്ത്, 24 തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ.